ക്രേസ് എന്താണ്? എനിക്കൊരു ക്രേസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അത്തർ. എൻ്റെ അത്തറിന്റെ ശേഖരം കണ്ട. ഇത് ചായ ഒന്നും എടുത്ത് കുടിച്ചില്ലേടേ, അതിലൊക്കെ ആവില്ല. ഞാൻ എവിടെ പോയാലും ഞാൻ ഈ സാധനം പെരട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്കിങ്ങനെ സ്മെല്ല് ഭയങ്കര രസമാണ്. നമ്മളെ മനസ്സിനെ ശാന്തമാക്കാൻ പിന്നെ ഒരു രസമാണ്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സാധനം. ഇത് എനിക്ക് പഠിപ്പിച്ചത് എൻ്റെ ഭർത്താവാണ് കേട്ടോ. എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് സെന്റ്. ഈ മനുഷ്യ സെന്റ് വാങ്ങിച്ച പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസയായി. അപ്പൊ അതാണ്. അപ്പൊ ബീൻ ഫാമിലി നാറിയ ഫാമിലിയാണ് കണ്ടാ, നാറിയ ഫാമിലി. ആ ഓക്കെ, അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ഞാൻ ബുക്കൊക്കെ വാങ്ങിച്ച് നീ പിന്നെ മറ്റേ വീഡിയോയിലെ പൈസ ആരുടെയൊക്കെ ചതയും രക്തവും ഒക്കെ ഊറ്റി കുടിച്ചിട്ടാണ് എന്റെ മക്കൾക്ക് സാധനം വാങ്ങിക്കുന്നതെന്ന്. ഞാൻ ഇന്ന് വരെയും ഞാൻ ഇന്ന് വരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. എൻ്റെ മരുമകന് എണീറ്റ് നടക്കാനാവതില്ലെങ്കിൽ അവൻ ഇഴഞ്ഞിഴഞ്ഞു പോയി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നു. യൂട്യൂബിൽ ഒരു മനുഷ്യരുടെയും രക്തവും ചതയും തിന്ന് എൻ്റെ മക്കൾക്കൊന്നും വാങ്ങിക്കണ്ട. ഇതെൻ്റെ അധ്വാനമാണ്, ഇതെൻ്റെ രക്തമാണിത്. ഈ പൈസ കൊണ്ട് നീ എൻ്റെ മക്കൾക്ക് ബുക്ക് പെൻസിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് അവർക്ക് ഈ ബാക്കി എന്ത് കുറവുണ്ട്, അവരുടെ യൂണിഫോം, അവരുടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നീ ഇത് വാങ്ങിച്ചു. ഇതെൻ്റെ വിയർപ്പാണ്, ഇതെന്റെ. എൻ്റെ അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അമ്മയ്ക്ക് എത്ര വയസ്സായമ്മ? എനിക്ക് 67 വയസ്സായി. ഞാൻ ഇന്ന് എൻ്റെ മകള് വേറൊരാളുടെ കൂടെ ജീവിക്കുന്നെങ്കിലും ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്നെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ആർക്കും ഞാൻ തെണ്ടാൻ വിട്ടു കൊടുത്തിട്ടില്ല. എന്റെ അമ്മ ചെയ്യുന്ന ജോലി എന്താണെന്നറിയാം? വീട്ടുജോലി ചെയ്തിട്ടാണ് എൻ്റെ അമ്മ ജീവിക്കുന്നത്. അതായത് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനൊന്നും വാങ്ങിക്കാനൊന്നും ആരുമില്ല. ഞാൻ തന്നെയാണ് അവരുടെ ഏക അവകാശി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെ ആശ്രയിച്ചിട്ട് അവർക്ക് ജീവിക്കാം. അമ്മേനെ മരുമോനെ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലേ? അമ്മേനെ നോക്കൂലേ? എന്റെ മരുമകൻ വന്ന അന്ന് തൊട്ട് അവൻ എനിക്ക് ദൈവം പോലെയാണ്. എൻ്റെ ആ മക്കളെല്ലാം എനിക്ക് ദൈവത്തെ പോലെ. എൻ്റെ ബഹുമാനമാണ് എൻ്റെ ആ മക്കളോടുള്ളതെല്ലാം. ഞാൻ രാത്രിയും പകലും ഇല്ലാതെ മഴയും വെയിലും ഇല്ലാതെ എടുക്കാൻ പറ്റാത്ത ഭാരം ചുമന്ന് കഷ്ടപ്പെട്ട് വിയർപ്പിനെ രക്തമാക്കിയാണ് ഞാൻ എൻ്റെ മകളെ വളർത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഇതിലെല്ലാം ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കണ്ണിൽ നിന്നും വരുന്നത് എന്റെ രക്തം ചത വിറ്റതോ അല്ലെങ്കിൽ രക്തം വിറ്റതോ ആയിട്ടുള്ള പൈസ ഇല്ല. പക്ഷെ ഞാൻ ബുക്കൊക്കെ വാങ്ങിച്ചോ. ഞാൻ നല്ല പോലെ കഷ്ടപ്പെടുന്നു. ഞാൻ വഴിയരുവിൽ നമ്മളെ കൂടെ വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ എൻ്റെ അമ്മ നിൽക്കൂല. അങ്ങനെന്നറിയാം, ആരോഗ്യം ഉള്ളിടത്തോളം കാലം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ച ആളാണ് എൻ്റെ അമ്മ. ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം അധ്വാനിച്ച് ജീവിക്കുക. ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് എന്നെ കുറിച്ച്. ഞാൻ ഓരോരുത്തരും മാതാപിതാക്കളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇരുത്തിയിട്ട് മക്കൾക്ക് വേണ്ടി വാദിക്കുന്നു. ഞാൻ എൻ്റെ മകളെ ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഞാൻ വന്ന് വാദിക്കുന്നില്ല. എന്റെ മരുമകനും വന്ന് ചോദിക്കുന്നില്ല. ഇതൊക്കെ ഒരു പെറ്റ തള്ള നമുക്ക് പോകണ്ടേ? അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ ആയുസ്സിന് ബലം ഉള്ളത് വരെ എന്റെ മക്കൾക്ക് കഷ്ടപ്പെട്ട് ഞാൻ കൊടുക്കും. അത് കണ്ടവരുടെ ചതയും തിന്ന് രക്തവും കുടിച്ചിട്ടല്ല എന്റെ ചെറുമക്കൾക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. അതെന്റെ ആയുസ് ഉള്ളടം വരെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കും. ഞാൻ കുറെ കേൾക്കുന്നുണ്ട്. ശരി, വാ പോവാം.